അഅത്തഖിദു മിൻ ദൂനിഹി ആലിഹ ഇൻ യുരിദിനിർ റഹ്മാനു ബിദുർരിൻ ലാ തുഗ്നി അന്നി ശഫാഅതുഹും ശൈഅൻ വലാ യുൻഖിദൂൻ. അത് നമ്മുടെ വിഷയമാണ്. അത് ഇതുവരെ നടന്നത് സംഭാഷണം, ആ സംഭവമാണ് അവിടെ നടന്നത്. എന്നിട്ട് അദ്ദേഹം പിന്നെ പറയാണ്, അഅത്തഖിദു മിൻ ദൂനിഹി ആലിഹ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആലിഹത്തുകളെ സ്വീകരിക്കുകയാണോ? ആലിഹത്ത് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവർ. ആലിഹത്ത് എന്ന അറബി പദത്തിൻ്റെ അർത്ഥം ആരാധിക്കപ്പെടുന്നത്. അപ്പം അള്ളാഹ്ക്ക് നൽകേണ്ട ഒരു ഇബാദത്ത് മറ്റൊരാൾക്ക് നൽകിയാൽ ആരായി? ആലിഹത്തായി. മനസ്സിലങ്ങനെ അള്ളാഹിനെ പോലെ ഇലാഹാണെന്ന് വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഒരു ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് കൊടുത്താൽ അതെന്തായി? ആ ഇബാദത്ത് കൊടുക്കപ്പെട്ട ആൾ ആലിഹത്തായി, ഇലാഹായി. അപ്പോൾ അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഇതെന്ത് ചെയ്തു? ഒരു ഇബാദത്ത് ഒരാൾക്ക് കൊടുത്താൽ ഓൻ ആലിഹത്തായി. അതാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, അഅത്തഖിദു മിൻ ദൂനിഹി ആലിഹ, അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ ആലിഹത്തായി അഥവാ ഇബാദത്തുകൾ അർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വീകരിക്കുകയോ? എന്നിട്ട് ബാക്കി വാക്ക് നോക്കിക്കോ, ഈ യുരിദിനിർ റഹ്മാനു, അള്ളാഹു ഉദ്ദേശിച്ചാൽ, ബിദുർരിൻ, നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ, ലാ തുഗ്നി അന്നി ശഫാഅതുഹും, എനിക്ക് അവരുടെ ആ ആലിഹത്തുകളുടെ, അള്ളാഹു അല്ലാതെ നിങ്ങൾ ആരെയാണോ തേടുന്നത്, ആരാണോ ആശ്രയിക്കുന്നത്, അവരുടെ ശുപാർശ, അവരുടെ ഷഫാഅത്ത് ഒരു ഉപകാരവും ചെയ്യൂല. ഇവിടെ ആ മനുഷ്യനെ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കണം. അതുമല്ല, ആ നാട്ടുകാർക്ക് എവിടെയാണ് പിഴവ് സംഭവിച്ചതെന്ന് ഈ ആയത്തിന് മനസ്സിലാവും. എന്തില്ല? അവർക്ക് അള്ളാഹുവിനെ അറിയാതെ പോയിട്ടില്ല. മറിച്ച് അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന് കൊടുക്കേണ്ട ചില ഇബാദത്തുകൾ എന്ത് ചെയ്തു? മറ്റുള്ളവർക്കും കൊടുത്തു. എന്തിന്? അവരിൽ നിന്നും ശുപാർശ പ്രതീക്ഷിച്ചുകൊണ്ട്, അവരിൽ നിന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ ഷഫാഅത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട്. അദ്ദേഹം പറയുന്നത് എന്തില്ല? അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് അവരുടെ ഷഫാഅത്ത് യാതൊരു ഉപകാരവും ചെയ്യൂല. വലാ യുൻഖിദൂൻ, അവർ എന്നെ രക്ഷപ്പെടുത്തുകയുമില്ല. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം തൗഹീദ് പറയാണ്. നമ്മൾ മക്കത്തെ മുശ്രിക്കീങ്ങൾ ഒരിക്കലും എന്തില്ല, അവരാരാധിച്ചത്, അവർ അള്ളാഹുവിന് പുറമെ ഇബാദത്തുകൾ ചെയ്തിരുന്ന ആൾക്കാർ അള്ളാഹുവിന് തുല്യരായ ഇലാഹുകളായിട്ട് അവർ മനസ്സിലാക്കിയിട്ടില്ല. അവർ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല, അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. ഒരിക്കലും അള്ളാഹ്ക്ക് തുല്യരായിട്ട് എന്തില്ല, അവർ വിശ്വസിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർ പറയും, ആര്? ഖബറിൻ്റെ അടുക്കലേക്ക് പോകുന്ന, ജാറത്ത് പോയിട്ട് ദുആ ചെയ്യുന്ന, മഹാന്മാരുടെ ഖബറിൻ്റെ അടുക്കൽ പോയിട്ട് ദുആ ചെയ്യുന്ന, ഇസ്തിഗാസ ചെയ്യുന്ന ആൾക്കാർ പറയും, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ പഠിക്കാനുണ്ട്, ശരിക്കും മനസ്സിലാക്കാനുണ്ട്. അള്ളാഹുവിന് കൊടുക്കാനുള്ള കഴിവുണ്ടോ? ഉണ്ട്. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അപ്പം മരത്തിനെ സംസാരിപ്പിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്, കല്ലിനെ സംസാരിപ്പിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്, മരിച്ച ഒരാളെ സംസാരിപ്പിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്, ആ മരിച്ച ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിവ് കൊടുക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്. അങ്ങനെ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ പറയുമ്പോൾ ഇങ്ങനെ ആശയക്കുഴപ്പമല്ല, കൊടുത്ത കഴിവിൽ നിന്നല്ലേ. ഒന്ന്, വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, ഏറ്റവും വലിയ ദുൽമായിട്ട് അള്ളാഹു പഠിപ്പിച്ച എന്താണ്? വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹിൻ്റെ പേരിൽ ആരോപണം നടത്തുന്ന ആൾ, അവനേക്കാൾ അക്രമി ആരുണ്ട്? അപ്പം അള്ളാഹു അങ്ങനെ കൊടുത്തതായിട്ട് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടില്ല, സഹിഹായ ഹദീസിലും അള്ളാഹു പറഞ്ഞിട്ടില്ല, ഇന്നൊരാൾക്ക് ഇന്ന കഴിവ് കൊടുത്തിട്ടുണ്ട്, ഇന്നാൾക്ക് ഇന്ന കഴിവ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തു എന്നൊരാൾ പറഞ്ഞാൽ അത് അള്ളാഹിൻ്റെ പേരിലുള്ള കളവാണ്. അതിൻ്റെ പേരിലാണ് നാളെ ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടും. അതന്നെ ഒന്നാമത്തെ ദുൽമ്, ഒന്നാമത്തെ പിഴവ്. രണ്ടാമത്തേത്, ഒരാൾ പറയാണ്, ആര്? ഒരു കൃഷ്ണേട്ടൻ പറയാണ്, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നും ശ്രീകൃഷ്ണനോട് ഞാൻ ചോദിക്കുന്നു. ഇവരുടെ വാദപ്രകാരം അവൻ ആരല്ല? മുശ്രിക്കല്ല. അപ്പോൾ അപ്പുറത്ത് ജോസേട്ടൻ പറയാണ്, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നും ഈസാനോട് ഞാൻ ചോദിക്കുന്നു. പറഞ്ഞൂടെ? അവർ രണ്ടാളും കാഫിർ. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് മൊയ്തീൻ ഷെയ്ഖിനോട് ഞാൻ ചോദിക്കുന്നു, ഓ മുസ്ലിം. രണ്ടും മൂന്നെന്താ വ്യത്യാസമുള്ളത്? മൂന്നൊന്നാണ്. വലിയ അബദ്ധമാണത്. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് എന്ന് നോക്കിക്കോ. മക്കത്തെ മുശ്രിക്കീങ്ങൾ അവരും എന്താണ് വാദിച്ചത്? അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് അവരും ചോദിച്ചത്. തെളിവെന്താണ്? അവരുടെ തൽബിയത്ത്. മക്കത്തെ മുശ്രിക്കീങ്ങളുടെ തൽബിയത്ത്. അവർ ഹജ്ജ് ചെയ്യുമായിരുന്നു. ഇബ്രാഹിം മില്ലത്തിലായിരുന്ന ആൾക്കാരല്ലേ? ഇബ്രാഹിം മില്ലത്തിനാണ് അവർ തെറ്റിയത്. അവർ ഹജ്ജ് ചെയ്യായിരുന്നു. ഹജ്ജ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും? തൽബിയത്ത് പറയും, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക്. അങ്ങനെ പറയും. പിന്നെ പറയും, ഇല്ലാ ശരീക്കൻ. ലബ്ബൈക എന്നാണ് അള്ളാഹു നിനക്ക് ഉത്തരം നൽകി ഞാൻ വന്നിരിക്കുന്നു. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല. ഇല്ലാ ശരീക്കൻ, ഒരു പങ്കുകാരനൊഴികെ. ആ പങ്കുകാരൻ്റെ പ്രത്യേകത എന്താണ്? തംലികുഹു വമാ മലക്, ആ പങ്കുകാരനെ നീ ഉടമപ്പെടുത്തുന്നു. ആ പങ്കുകാരൻ എന്തൊക്കെ കാര്യങ്ങൾ ഉടമപ്പെടുത്തിയിട്ടുണ്ടോ അതിനെയും നീ ഉടമപ്പെടുത്തുന്നു. അത് അള്ളാഹു കൊടുത്ത കഴിവ്. അതേപോലെയാണ് അന്ന് മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞത്. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് അവർ ചോദിച്ചത്. പക്ഷെ അവരെന്ത് ചെയ്തു? അറബി ആയതുകൊണ്ട് ശരിക്ക് ഷിർക്ക് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. നമ്മുടെ നാട്ടുകാർ എന്ത് ചെയ്യില്ല, അറബി അറിയാത്തതുകൊണ്ട് ഷിർക്ക് എന്തോ വലിയ പാവാന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് മുമ്പേ.
അതുകൊണ്ട് ഷിർക്കെന്ന് പറയില്ല, വേറെ എന്തെങ്കിലും നല്ലൊരു പേരിട്ടിട്ട് പറയും കൊടുത്ത കഴിവ്. അതായത് ശരിക്കും പഠിച്ചാൽ എന്ത് ചെയ്യും, ഈ പറയുന്ന രണ്ട് വാദം ഒന്നാണെന്ന് ശരിക്കും ബോധ്യപ്പെടും. അപ്പം എന്തില്ല, അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഒരു കാര്യം മറ്റൊരാൾക്ക് കൊടുത്താൽ അത് ഇലാഹാക്കലായി. ഇനി എനിക്ക് അത് ഇലാഹാണെന്നൊരു വിശ്വാസമില്ല. അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത കഴിവിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ഇലാഹാണെന്ന് എനിക്കൊരു വിശ്വാസമില്ല. ആ കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കുമ്പോൾ എന്തായി, അത് ദുആയി. ദുആ ആർക്കുള്ളതാണ്? അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. ആ അള്ളാഹ്ക്ക് മാത്രമുള്ള ഇബാദത്ത് ആ മരിച്ചു കൊടുക്കുന്ന ആൾക്ക് കൊടുത്താൽ മഅബൂദായി, ഇലാഹായി. അപ്പോൾ വിശ്വാസത്തിൻ്റെ കാര്യമൊന്നുമില്ല, അവിടെ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഇബാദത്ത് അങ്ങോട്ട് കൊടുത്താൽ ആരായി? ആരാധിക്കപ്പെടുന്നവനായി, ഇലാഹായി. അതാണ് ഇവിടെ ചോദിക്കുക, അത്തഖിദു മിൻ ദൂനിഹി ആലിഹ. അള്ളാഹുവിന് പറഞ്ഞ് നിങ്ങൾ ആലിഹത്തുകളെ സ്വീകരിക്കുകയാണോ? ആ ആലിഹത്തുകളിൽ നിന്നും അവർ എന്താ പ്രതീക്ഷിച്ചത്? ഷഫാഅത്ത്. അവിടെ പറഞ്ഞത് അള്ളാഹു ശുപാർശ, ഷഫാഅത്ത്. അള്ളാഹു എന്തെങ്കിലും ഒരു പ്രയാസം എനിക്ക് അള്ളാഹു തീരുമാനിച്ചാൽ ഇവരുടെ ഷഫാഅത്ത് എനിക്ക് ഒരു ഉപകാരവും ചെയ്യൂല അള്ളാഹിൻ്റെ അടുക്കൽ. അതുപോലെ വലാ യുൻഖിദൂൻ, അവർ എന്നെ രക്ഷപ്പെടുത്തുകയുമില്ല. ആ കാര്യം വളരെ വ്യക്തമാണ് കാര്യം.